മണിപ്പൂരിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാര്യക്ഷമമായി ഇടപെട്ടു എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ മണിപ്പൂരിലെത്തി 15-ലേറെ മീറ്റിംഗുകളാണ് നടത്തിയത്. സാധ്യമായതെല്ലാം മണിപ്പൂരിൽ ചെയ്തിട്ടുണ്ടെന്നും സാഹചര്യങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അസം ട്രിബ്യൂണലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. നാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഐസൻ, എന്തൊക്കെയാണ് അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത്? പ്രധാനമായും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞൊരു വിഷയം എന്ന് പറയുന്നത് 15 തവണയോളം അമിത്ഷാ നേരിട്ട് മണിപ്പൂരിലെത്തി പല ചർച്ചകളും കൂടിക്കാഴ്ചകളും എല്ലാം തന്നെ മണിപ്പൂരിലെ സർക്കാരുമായും അതുപോലെ തന്നെ പോലീസ് സംവിധാനങ്ങളുമായി നടത്തിയെന്ന് വളരെ കൃത്യമായി പ്രധാനമന്ത്രി പറയുന്നുണ്ട്. അതായത് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി നേരിട്ട് പ്രദേശത്തെത്തി മണിപ്പൂർ സർക്കാരുമായി സഹകരിച്ച് ഒരു സഹകരിച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു. അതായത് രണ്ടുപേരും കളക്റ്റീവ് മൂവ്മെൻറ്റ് എന്നാണ് കൃത്യമായി പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചത്. അതായത് രണ്ട് സർക്കാരുകളും ചേർന്നുള്ളൊരു നീക്കം കൃത്യമായി അവിടെ നടത്തുകയും സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു എന്ന് തന്നെ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. കാരണം നമുക്കറിയാവുന്നതാണ്, മണിപ്പൂർ വിഷയത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന ഒരു വിമർശനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നൊരു സാഹചര്യത്തിലാണ് കൃത്യമായൊരു മറുപടി നൽകുന്നത്. കാരണം ആഭ്യന്തരമന്ത്രി തന്നെ, അതായത് പാരാമിലിറ്ററിയുടെയും സായുധ സേനകളുടെയും പാരാമിലിറ്ററി ഉൾപ്പെടെയുള്ള സായുധ സേനകളുടെ മുഴുവൻ അധികാരമുള്ള ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ട് പ്രദേശത്തെത്തുകയും ഈ വിഷയത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു എന്ന് വളരെ കൃത്യമായി പറയുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ സഹകരിച്ചുകൊണ്ട് പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങൾ, കാര്യക്ഷമമായ ചർച്ചകളും അതുപോലെ ഈ സാമൂഹ്യ വിഷയങ്ങളെല്ലാം തന്നെ ഇടപെടുന്ന രീതിയിൽ തന്നെ ഇടപെടലുണ്ടായി. സാധ്യമായതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. അതായത് നമുക്കറിയാവുന്നതാണ്, മേത്തികളും കൂക്കികളും തമ്മിലുള്ള ആ ഒരു അകൽച്ചയും ആ ഒരു ഇടർച്ചയും എല്ലാം തന്നെ കാര്യക്ഷമമായി കുറയ്ക്കാൻ സാധിക്കുകയും ഒരു കോമ്പോസിറ്റ് ലൈഫിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞു വയ്ക്കുന്നത്. എന്ത് തന്നെയായാലും മണിപ്പൂരിലെ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള അനാവശ്യ ആരോപണങ്ങൾക്ക് കൃത്യമായൊരു മറുപടിയാണ് നോർത്ത് ഈസ്റ്റിലെ തന്നെ പ്രധാനപ്പെട്ട പത്രമായ അസം ട്രിബ്യൂണിന് അദ്ദേഹം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, നോർത്ത് ഈസ്റ്റ് സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ സന്ദർശിച്ചതും അവിടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ രണ്ടാമതായി റെയിൽവേ സ്റ്റേഷൻ വന്നതുൾപ്പെടെയുള്ള വിശദമായ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി 10 വർഷം ചെയ്ത NDA സർക്കാർ 10 വർഷം കൈക്കൊണ്ട നടപടികളെല്ലാം തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ മണിപ്പൂരിലെ വിഷയം അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ ഒരു ചോദ്യമായി ചോദ്യകർത്താവ് ഉന്നയിക്കുകയും ചെയ്തു. ആ നിലപാടിൽ അതിൽ വളരെ കൃത്യമായൊരു മറുപടി നൽകിയിരിക്കുന്നു. അതായത് ഈ രാജ്യത്ത് ഉയർന്നു വരുന്ന അനാവശ്യ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുകയും അതിനെ വസ്തുതകൾ കൊണ്ട് ഖണ്ഡിക്കുകയുമാണ് പ്രധാനമന്ത്രി ഇൻ്റർവ്യൂവിൽ ചെയ്തിരിക്കുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അനു, ശരി ഐസൻ.